ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ 7ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിനകത്ത് മിസ് പറയുന്നത് നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ചാപ്റ്റർ വെയിറ്റേജ് ആണ്. ചാപ്റ്റർ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്ട്സിലും ഓരോ ചാപ്റ്ററിന് എത്ര മാർക്കിനാണ് ചോദ്യം വരിക. അതായത് എല്ലാ ചാപ്റ്റേഴ്സിനും ഒരേപോലെ എല്ലാ ചോദ്യം വരിക. ചില ചാപ്റ്റേഴ്സിന് കൂടുതൽ ചോദ്യം വരും, ചില ചാപ്റ്റേഴ്സിന് കുറച്ച് ചോദ്യം ചോദിക്കുള്ളൂ. അപ്പോൾ അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ, ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കുറവ്, ഇതൊക്കെയാണ് മിസ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് ഒഫീഷ്യലി വന്നിട്ടുള്ളൊരു വെയിറ്റേജ് അല്ല, പക്ഷേ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഓണം എക്സാമിൻ്റെ 2025 ഓണം എക്സാമിൻ്റെ ബേസിസിലുള്ള ഒരു അനാലിസിസ് ആണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ കൺസിഡർ ചെയ്യുക എൻ്റെ കുട്ടികൾ ഓണം എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ബേസിക് സയൻസിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് അല്ലേ. നമ്മുടെ ടുവേർഡ്സ് 100-fold yield, ആസിഡ് ആൻഡ് ബേസസ്, ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ടുവേർഡ്സ് 100-fold yield നമ്മുടെ കൃഷിയുടെ ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക. പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ ആസിഡ് ആൻഡ് ബേസസ്. കമ്പാരിറ്റീവ്ലി ടു ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് കുറച്ച് ചോദ്യങ്ങളാണ്. ഇത് രണ്ട് ഏകദേശം ഈക്വൽ പോലെ നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ് ഒരു കാരണവശാലും എൻ്റെ മക്കൾ ഒഴിവാക്കരുത്. പിന്നെ നമ്മുടെ മാത്സിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഈ 2 ചാപ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. ഇത് രണ്ടും കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കുമ്പോൾ നോക്കേണ്ടത് എന്താണ്, ഈ 2 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടോ, അത് പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 2 ചാപ്റ്റേഴ്സ് പഠിക്കാം. പിന്നെ നമ്മുടെ സോഷ്യൽ സയൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ. പിന്നെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിനും ഈക്വൽ ആയിട്ടാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. ഇനി നമ്മുടെ ഇവിടെ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിൽ ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റത്തെ ഈ യൂണിറ്റിൽ നിന്നാണ് നമുക്ക് ഏറ്റവും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് 60%. അതായത് ഒരു 100 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് എടുത്താൽ 6 ക്വസ്റ്റ്യനും ഈ ചാപ്റ്ററിനും 4 ക്വസ്റ്റ്യനാണ് അടുത്ത യൂണിറ്റിൽ നിന്നും വരുന്നത്. പിന്നെ നമ്മുടെ ഹിന്ദി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതാ ഈ ഒരു സംഭവത്തിൽ നിന്നാണ്. ഇത് മിസ് വായിച്ച് കൊളവാക്കുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഏ ധർത്തി ഹേ ഉസ് കിസാൻ കി, ഇഷ്ടപ്പെട്ട് മിസ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം ഏകദേശം ഒരേപോലെയാണുള്ളത്. പിന്നെ നമ്മുടെ മലയാളം ഫസ്റ്റിലാണെങ്കിൽ ഈ ഫസ്റ്റത്തെ യൂണിറ്റിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം, ഒരു ദിനാന്ത സഞ്ചാരം, മനസ്സിലേക്ക് എളി, ഇതിലാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത്. മറ്റേതിന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 60-40 ആ ടൈപ്പാണ്. മലയാളം സെക്കൻഡിൽ നമുക്ക് വിത്ത് എന്ന മഹാത്ഭുതം, വിത്തൊരു മഹാത്ഭുതമാണല്ലോ, അതിനകത്ത് നല്ല ചെടിയല്ലേ വരുന്നത്. അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മുടെ ഗാമശ്രീകൾ, പിന്നെ കുമ്മാട്ടി, ഈ രീതിയിലാണ് എൻ്റെ കുട്ടികളുടെ ചാപ്റ്റർ വെയിറ്റേജ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇനി ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് മിസ് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളില്ല, നിങ്ങൾക്ക് നോട്ട്സ് ഇല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ സൃഷ്ടി ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, നമ്മുടെ ഓണം സിലബസിൻ്റെ ഈ ക്ലാസ്സുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളുണ്ട്, വർക്ക്ഷീറ്റ് ഉണ്ടാവും, എക്സാം ഉണ്ടാവും. ഇതൊക്കെ വെച്ച് എൻ്റെ മക്കൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ ഓണം ഓഫർ കൂടെ നടക്കുന്നുണ്ട്. 10% ഡിസ്കൗണ്ടിൽ എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഓണം എക്സാം ഒക്കെയാണ്, നമ്മുടെ കയ്യിൽ ഒത്തിരി സമയമില്ല അല്ലേ. നോട്ട് എവിടെ, ക്ലാസ് എവിടെ, വർക്ക്ഷീറ്റ് എവിടെ, ക്വസ്റ്റ്യൻസ് എവിടെ നോക്കിയിരിക്കാനും. അപ്പോൾ ഇതെല്ലാം ഒരൊറ്റ സ്ഥലത്ത് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ.